എന്നിട്ട് ശ്രീ പോകാനൊക്കെ റെഡിയായി ഇതേ തനുക്കുട്ടി എടുത്ത് പൊക്കി ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ടാറ്റ ബേബിയൊക്കെ പറഞ്ഞ് എനിക്ക് ഹഗ്ഗൊക്കെ തന്നു, ഒരു ഉമ്മയൊക്കെ തന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ വന്ന് വേസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഡൈപ്പർ വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം വെളിയിലൊക്കെ കൊണ്ടുവച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം തനുക്കുട്ടിക്ക് ഞാൻ ഒരു കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ കുറുക്കൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ബാക്കി കുറച്ച് കുറുക്കവേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങ് കൊടുത്ത് അവൾക്കൊരു സ്നാക്കായിട്ട്. എന്നിട്ട് വന്ന് ഞാൻ ടോയ്സൊക്കെ ബാക്കിയൊക്കെ എടുത്ത് എല്ലാം അകത്തൊക്കെ വെച്ചു. ഒന്ന് വൃത്തിയാക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെയൊക്കെ ആവും. പക്ഷേ ഞാൻ അതുപോലെ പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ചുറ്റും ഒരു ടോയ് എടുത്തുകൊണ്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ സോഫയൊക്കെ എടുത്ത് വൃത്തിയാക്കി എല്ലാം മടക്കിയൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ വന്ന് തനുക്കുട്ടിക്ക് കൈയൊക്കെ കഴുകി കൊടുക്കുകയാണ്. കൈയൊക്കെ സോപ്പിട്ടൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കിയ ശേഷം അവൾ കിടന്ന് കരയുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമല്ല ഞാൻ കഴിയുമെന്ന്. എന്നിട്ട് വന്ന് അവൾ ഉറങ്ങാനായി ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ഫീഡൊക്കെ ചെയ്തപ്പോൾ തന്നെ ആളങ്ങ് ഉറങ്ങി. പാട്ടൊക്കെ പാടിയപ്പോൾ തന്നെ. എന്നിട്ട് ഞാനിരുന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. നമ്മുടെ തനുക്കുട്ടി ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കൊഞ്ചുവാണ്. കൊഞ്ചി കഴിഞ്ഞിട്ട് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് അവൾ അപ്പിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ മേട് വന്നു. അപ്പോൾ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ ഷിറ്റുവിന് ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ്. ചോറും ചിക്കനും. എന്നിട്ട് അത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞാൻ തുണികൾ മടക്കാനായിട്ട് പോയി. തുണികളൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കിയ ശേഷം എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ ഷിറ്റുവിന് വന്ന് മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് വൃത്തിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി. കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ നമ്മൾ ഒരുമിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഡാൻസ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡാൻസ് സെക്ഷനൊക്കെ നടത്താറുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ. ഞാൻ ഡാൻസ് ചെയ്യണതൊക്കെ കാണാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടം ആജിക്കീരാത്തോട്ടോ. എൻ്റെ അമ്മ കണ്ണെടുക്കില്ല. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ കളിക്കുന്നത് കാണുമ്പോഴത്തേന്. അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ പോയി. അങ്ങനെ തനുക്കുട്ടി കുളിച്ച് ഉറങ്ങിയൊക്കെ ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ വന്ന് രാത്രിത്തേക്കുള്ള കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു വെച്ചു. അപ്പോഴത്തേനും തനുക്കുട്ടി എണീക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഷിറ്റുവിന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പോട്ടി ട്രെയിനിങ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് പോയി തിരിച്ചൊക്കെ വന്നു. ഷിറ്റുവിനെ ഞാനൊന്ന് വൈപ്പ് ചെയ്തൊക്കെ എടുത്തു. കാരണം കാലൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും. അതൊക്കെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ എല്ലാവർക്കും ഓരോ സ്നാക്ക് കൊടുത്തു. തനുക്കുട്ടിക്ക് ഒരു സ്നാക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഷിറ്റുവിന് 2 ബിസ്ക്കറ്റ് എടുത്തു. ഞാൻ യോഗട്ടും കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ബോളൊക്കെ കളിച്ചു ഷിറ്റുമായിട്ടൊക്കെ. എന്നിട്ട് വന്ന് എനിക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തനുവിനുള്ള പാസ്ത ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമുക്ക് 2 ചപ്പാത്തി ഇരിപ്പുണ്ട്. അത് വെച്ച് ഞാൻ റോളൊക്കെ ഉണ്ടാക്കി മയണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് സെറ്റാക്കി വെച്ചു. പിന്നെ വെഡ്ജസും ഉണ്ടാക്കി കേട്ടോ. എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേന് നമ്മുടെ തനുക്കുട്ടി എനിക്കൊരു ഇരട്ടി പണി തന്ന് എല്ലാ തേയിലപ്പൊടിയൊക്കെ അവിടെ മൊത്തം ആക്കി ഞാനൊക്കെ തൂത്ത് വാരി കളഞ്ഞു. എന്നിട്ട് ഇതൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട്. തനുക്കുട്ടി ഇരുന്ന് കഴിക്കുന്നു. ഞാൻ ചപ്പാത്തി കഴിച്ചു. ശ്രീ വരാനുള്ള സമയം ആകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ബൈ.